അതുകൊണ്ട് കർണാടകയിൽ എന്ത് സംഭവിക്കാം തീർന്നു. അപ്പൊ ഇനി ഇത് അടുത്ത തവണ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള വല്ല വാഗ്ദാനമാണ്. അടുത്ത തവണ അധികാരത്തിൽ വരണ്ടേ, വരണമെന്നുള്ളത് ഉറപ്പില്ലല്ലോ. പിന്നെ അത് വല്ല പ്രായം മാറി വരുന്നില്ലേ? പ്രായത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ പറയുന്നതിന്റെ ഇതിന് സിദ്ധരാമയ്യ പാലം വലിക്കില്ല എന്നാലുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് പാലിക്കാത്ത സിദ്ധരാമയ്യ നാളെ ഈ വാക്ക് മാറ്റില്ല എന്നാലുണ്ട്. സിദ്ധരാമയ്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി മാറുന്നതൊക്കെ സംഭവിക്കും. എവിടെയെങ്കിലും ഒരു കൂറ കാണിക്കണം, പറഞ്ഞ വാക്കിന് വില കാണിക്കണം. അപ്പം നമുക്ക് തീരെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ബേസ്റ്റായി മാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാം. അത് സ്വാഭാവികമാണ്. ഇതല്ലാതെ മൂപ്പരങ്ങനല്ലല്ലോ മൂപ്പര കാര്യം. കഴിഞ്ഞ ഇലക്ഷന് DK ശിവകുമാറിൻ്റെ പണം വലിയൊരു ഘടകമാണ്. അങ്ങനെയുള്ള ക്ലൗട്ട് ഒരു ഘടകമാണ്, അങ്ങനെയുള്ള സാമുദായിക വോട്ടൊരു ഘടകമാണ്. എന്നിട്ട് അങ്ങനെ മാറി കൊടുക്കണമെന്ന് എന്താ ചെയ്യുക? ഇതിന് കേരളത്തിന് KM മാണി സിൻഡ്രോം എന്ന് പറയും. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് സിദ്ധരാമയ്യ സിൻഡ്രോം എന്ന് വിളിക്കേണ്ട ഒരു മാനസിക രോഗമാണ്, രാഷ്ട്രീയ മാനസിക രോഗമാണ്. അല്ലെങ്കിൽ അവിടെ ആ രീതിയിലൊരു വേറെ ഓൾ എൻകംപാസിങ് ആയിട്ടുള്ള നേതാവുണ്ട്. അങ്ങനെ നേതാവില്ല. അവിടുന്ന് വന്നിട്ടുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.